മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അമ്പും വില്ലും, അങ്ങനെ പവനായി ശവമായി. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഈ ഡയലോഗിലൂടെയായിരിക്കും നമ്മളിൽ പലരും മലപ്പുറം കത്തിയെക്കുറിച്ച് ആദ്യമായി കേട്ടിട്ടുണ്ടാവുക. മലബാറിന്റെ സ്വന്തം കത്തിയാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലപ്പുറമാണ് ഈ കത്തിയുടെ ജന്മദേശം. മലബാറിലെ ജനങ്ങളുടെ പാരമ്പര്യത്തിന്റെ അടയാളമായി അറിയപ്പെട്ടിരുന്ന മലപ്പുറം കത്തി ഇസ്ലാം മത വിശ്വാസികൾക്കിടയിലാണ് കൂടുതലും പ്രചാരത്തിലുണ്ടായിരുന്നത്. കനം കൂടിയ മൂർച്ചയുള്ള വായ്ഭാഗവും അരഭാഗത്തെ പിടിയിൽ നിന്ന് വേർതിരിക്കുന്ന കൊളുത്തുമാണ് ഈ കത്തിയുടെ പ്രത്യേകതകൾ. 1/2 മീറ്ററോളം നീളമുള്ള ഈ കത്തി തുകലുറയിലാണ് സാധാരണ സൂക്ഷിക്കുക. 4 വിരലിൽ ഒതുക്കി പിടിക്കാവുന്ന വലുപ്പമേ മലപ്പുറം കത്തിയുടെ പിടിക്കുള്ളൂ. പണ്ട് കനം കുറഞ്ഞ മാൻകൊമ്പ് കൊണ്ടാണ് പിടി ഉണ്ടാക്കിയിരുന്നത്. ആക്രമിക്കുമ്പോൾ എതിരാളി കത്തിയിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണത്രേ ഇത്രയും ചെറിയ പിടി. വെള്ളി നിറമുള്ള പിച്ചിള കൊണ്ട് പിടിയിലും കത്തിയിലും ചിത്രപ്പണികളും ഉണ്ടാക്കാറുണ്ട്. മലപ്പുറം കത്തി കൊണ്ട് മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. കത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹക്കൂട്ടിന്റെ പ്രത്യേകതയാണിതെന്ന് പറയപ്പെടുന്നു. വടക്കൻ മലബാറിലെ ചില ലോഹപ്പണിക്കാർക്ക് മാത്രമേ ഈ ലോഹക്കൂട്ട് അറിയൂ. പാണ്ടിക്കാട്, കരുവാരക്കുണ്ട്, ഇരുമ്പുകുഴി എന്നിവിടങ്ങളിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ഒമാനിലെ ഗോത്ര ജീവിതവുമായി മലപ്പുറം കത്തിക്ക് വലിയ ബന്ധമുണ്ടത്രേ. ഗഞ്ചാർ എന്ന പേരുള്ള അവരുടെ പരമ്പരാഗത കത്തിയുടെ വകഭേദമാണ് മലപ്പുറം കത്തി എന്ന് വിദഗ്ധർ പറയുന്നു. അറേബ്യൻ നാടുകളുമായി മലബാറിനുണ്ടായിരുന്ന ദീർഘകാലത്തെ വ്യാപാര ബന്ധം വഴിയാണ് ഈ കത്തി കേരളത്തിൽ പ്രചാരത്തിലായതെന്ന് കരുതുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വിദേശത്തു നിന്നുള്ള പലതരം കത്തികളും മറ്റും ഇവിടെ വ്യാപകമായതോടെ മലപ്പുറം കത്തിയുടെ പ്രചാരം കുറഞ്ഞു. ഇന്ന് മലപ്പുറം കത്തി നിർമ്മിക്കുന്നവരും ഉപയോഗിക്കുന്നവരും കുറവാണ്. മാൻകൊമ്പ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായതിനാൽ ഇന്നുണ്ടാക്കുന്ന കത്തികളുടെ പിടി മരത്തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. 1792 മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ് മലപ്പുറം കത്തിയുടെ സുവർണകാലം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സഞ്ചാരികളെ ലക്ഷ്യം വെച്ച് മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പല വലുപ്പത്തിലുള്ള മലപ്പുറം കത്തികൾ ഉണ്ടാക്കാൻ പദ്ധതിയിടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.